വെൽക്കം ബാക്ക്. നമുക്കൊരു ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടി ഒന്ന് രണ്ട് പ്രോബ്ലംസ് കൂടെ നമുക്ക് നോക്കാം. ഫസ്റ്റ് ഈസ് HCF of 54 by 9, 3, 9 by 17, 36 by 51. ഈ മൂന്ന് ഫ്രാക്ഷൻസിന്റെ HCF കണ്ടെത്തുക. നമുക്കറിയാം 3, 9 by 17 എന്ന് വെച്ചാൽ ആക്ച്വലി മീനിങ് 3 plus 9 by 17. Okay, which is equal to 3 into 17 plus 1 into 9 divided by 1 into 17, which is actually 51 plus 9 by 17, which is actually 60 by 17. Okay, so HCF of കണ്ടെത്തേണ്ടത് HCF of 54 by 9, 60 by 17, 36 by 51. ഇതാണ് കണ്ടെത്തുക. ഇനി വേണമെങ്കിൽ നമുക്ക് ലീസ്റ്റ് ഫോമിൽ ആക്കാം. കാരണം 54നും 9നും കോമൺ ആയിട്ട് 3 എന്ന് പറയുന്ന ഒരു ഡിവൈസർ ഉണ്ട്. ഇൻഫാക്ട് 6 ഇതിന്റെ കോമൺ ഡിവൈസർ ആണ്. ഇതിന്റെ രണ്ടിന്റെ കോമൺ ഡിവൈസർ HCF എന്ന് പറയുന്നത് 6 ആണ്. ഓക്കെ, അപ്പൊ വേണേൽ നമുക്ക് 54 by 9 ലീസ്റ്റ് ഫോമിലാക്കാൻ വേണ്ടി 6 എടുക്കണ്ട 3 എടുക്കുന്നതായിരിക്കും ഐ തിങ്ക് ബെറ്റർ എന്ന് തോന്നുന്നു. ഓക്കെ, സോ 3 കൊണ്ട് 2 ഡിവൈഡ് ചെയ്യുമ്പോൾ 18 by 3 എന്ന് എഴുതാം. സോ വിച്ച് ഈസ് ഈക്വൽ ടു 6 എന്ന് എഴുതാം. ഓക്കെ, വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം, പക്ഷെ അപ്പോൾ ഇത് ഫ്രാക്ഷൻ എന്നുള്ള ഫോമിൽ ആകില്ല. 6നെ നമുക്ക് വീണ്ടും 6 by 1 എന്ന് എഴുതാം. അങ്ങനെ പ്രൊസീഡ് ചെയ്യുന്നതാണ് കുറച്ചുകൂടെ ബെറ്റർ. സോ വേണമെങ്കിൽ അങ്ങനെ നമുക്ക് പ്രൊസീഡ് ചെയ്യാം. HCF ഓഫ് 6 by 1, 60 by 17, 36 by 51. അതുപോലെ തന്നെ 36 by 51നെ നമുക്ക് വീണ്ടും ചെറുതാക്കാം. ഓക്കെ, സോ 36നും 51നും കോമൺ ഫാക്ടർ ആണ് 3. സോ 36 by 61നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ രണ്ട് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും 12 by 17 എന്ന് കിട്ടും. ഓക്കെ, so actually this is equal to HCF of 6 by 1, 60 by 17, 12 by 17. കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നത് HCF of 6, 60, 12 divided by LCM of 1, 17, 17. ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ആദ്യം നമുക്ക് കണ്ടെത്തേണ്ടത് HCF of 6, 16, 12. ഇത് കാണുമ്പോഴേ മനസ്സിലാവും 6 60യെ ഡിവൈഡ് ചെയ്യും. സോ 6ന്റെയും 60യുടെയും HCF എന്ന് പറയുന്നത് 6 ആയിരിക്കും. ഓക്കെ, ഡിവൈഡ് ചെയ്ത് റിമൈൻഡർ 0 ആകുന്നുണ്ട് 6 ആയിരിക്കും. സോ ഈ രണ്ട് നമ്പറിന്റെ HCF എന്ന് പറയുന്നത് 6 ആയിരിക്കും. ഓക്കെ, അതിന് അടുത്തത് 6ന്റെയും 12ന്റെയും HCF കണ്ടെത്തുക എന്നുള്ളതാണ് അടുത്ത ഒബ്ജക്റ്റീവ്. 6 12നെ വീണ്ടും ഡിവൈഡ് ചെയ്യുന്നുണ്ട്. 6ന്റെയും 12ന്റെയും HCF 6 തന്നെയാണ്. സോ ഈ മൂന്ന് നമ്പറിന്റെയും HCF എന്ന് പറയുന്നത് 6 ആണ്. അല്ലെങ്കിൽ വേറെ രീതിയിൽ പറയാം, നമുക്ക് 3 നമ്പേഴ്സ് തന്നിട്ടുണ്ട്. അതിന്റെ HCF കണ്ടുപിടിക്കാൻ വേണ്ടി അതിന്റെ അകത്ത് ലീസ്റ്റ് നമ്പർ എടുക്കുക. ആ ലീസ്റ്റ് നമ്പർ ബാക്കി എല്ലാ നമ്പേഴ്സിനെയും ഡിവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ലീസ്റ്റ് നമ്പർ ബാക്കി എല്ലാ നമ്പേഴ്സിന്റെയും ഫാക്ടർ ആണെങ്കിൽ ആ ലീസ്റ്റ് നമ്പർ ആയിരിക്കും HCF ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്നത്. സോ HCF ഓഫ് 6, 60, 12 is 6. നിങ്ങൾക്ക് അല്ലാതെ നിങ്ങൾക്ക് ഞാൻ പഠിപ്പിച്ച മെത്തേഡ് വെച്ച് പ്രൊസീഡ് ചെയ്താലും ആൻസർ 6 എന്ന് തന്നെ കിട്ടും. അപ്പൊ ന്യൂമറേറ്ററിന്റെ HCF കിട്ടും. ഡിനോമിനേറ്ററിന്റെ LCM ആണ് നെക്സ്റ്റ്. LCM ഓഫ് ദ ഡിനോമിനേറ്റർ 1, 17, 17. ഓക്കെ, ഇവിടെ 1ന്റെ മൾട്ടിപ്പിൾ ആണ് 17, 17ന്റെ മൾട്ടിപ്പിൾ ആണ് 17, 17ന്റെ മൾട്ടിപ്പിൾ ആണ് 17. സോ ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ ഈസ് ആക്ച്വലി 17. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് 1, 17, 17 എഴുതുക. 1നെ നോക്കണ്ട, അടുത്ത നമ്പർ എടുക്കുക. 17നെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു നമ്പറേ ഉള്ളൂ, വിച്ച് ഈസ് 17. ദെൻ 1, 1, 1 എന്ന് കിട്ടും. So actually LCM is 17 and then കിട്ടും. So HCF is numerator is 6, LCM of the denominator is 17. So
So the answer is 6/70. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്യേണ്ട സ്റ്റെപ്പുകൾ വളരെ എളുപ്പമാണ്. നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ആദ്യം നമ്മൾ തന്നിരിക്കുന്നതിനെ P/Q ഫോമിലേക്ക് മാറ്റുക. രണ്ടാമത് ലീസ്റ്റ് ഫോമിലാക്കുക, അതായിരിക്കും ഏറ്റവും എളുപ്പം. അതിനുവേണ്ടി ചെയ്യേണ്ടത് ന്യൂമറേറ്ററിന്റെയും ഡിനോമിനേറ്ററിന്റെയും കൂടെ HCF എടുത്ത് ഡിവൈഡ് ചെയ്താൽ മതി, അതായിരിക്കും ഏറ്റവും എളുപ്പം. ഓക്കെ, അല്ലെങ്കിൽ കോമൺ ആയിട്ടുള്ള ഫാക്ടേഴ്സ് വെച്ച് ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും ഡിവൈഡ് ചെയ്ത് ലീസ്റ്റ് ഫോമിലാക്കുക. എന്നിട്ട് ന്യൂമറേറ്റേഴ്സിന്റെ എല്ലാം HCF എടുക്കുക, ഡിനോമിനേറ്റേഴ്സിന്റെ എല്ലാം LCM എടുക്കുക. യു വിൽ ഗെറ്റ് ദി ആൻസർ. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ HCF ഓഫ് 54, 60, 36 HCF ഓഫ് 54, 60, 36 എടുക്കാം. എന്നിട്ട് ഡിവൈഡ് ബൈ LCM ഓഫ് 9, 17, 51 എടുക്കാം. ഓക്കെ, അങ്ങനെ ചെയ്താലും സെയിം ആൻസർ 6/17 തന്നെ നമുക്ക് ആൻസർ ആയിട്ട് കിട്ടും. സോ ദിസ് ഈസ് ഹൗ വി ഡു ദ ഹോൾ HCF ഓഫ് എ ഫ്രാക്ഷൻ. നമ്മൾ ചെറിയ ഒന്ന് രണ്ട് സെക്ഷനും കൂടെ പറയുന്നു LCMവുമായി ബന്ധപ്പെട്ട്. LCM ഓഫ് ഡെസിമൽസ്, ഡെസിമൽസിന്റെ LCM എങ്ങനെ കണ്ടെത്താം? നമ്മൾ HCF കണ്ടെത്തിയതുപോലെ തന്നെയാണ് LCM ഓഫ് ഡെസിമൽസ്. നമുക്കിപ്പോൾ ഒരു എക്സാമ്പിൾ വെച്ച് ചെയ്യാം. 0.50, 1.35, 3.1. ഇത് മൂന്ന് നമ്പേഴ്സിന്റെ LCM ആണ് കണ്ടെത്തേണ്ടത്. ഫസ്റ്റ് നമ്മൾ ഈ മൂന്ന് നമ്പേഴ്സിനെ ഇന്റീജേഴ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യണം. സോ ഇവിടെ പോയിന്റ് കഴിഞ്ഞിട്ട് 2 ഡിജിറ്റ് ആണുള്ളത്. ഓക്കെ, സോ 2 ഡിജിറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ ഈ മൂന്ന് നമ്പേഴ്സിനെയും 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സോ ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് കൺവേർഷൻ ഇൻറ്റു നാച്ചുറൽ നമ്പേഴ്സ്. ഓക്കെ, അതിനുവേണ്ടി മാക്സിമം പോയിന്റ് ഉള്ള പോയിന്റ് കഴിഞ്ഞ് എത്ര ഡിജിറ്റ് ഉണ്ടോ അത്രയും 10 റൈസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, ഇവിടെ 10 കഴിഞ്ഞ് ഇവിടെ പോയിന്റ് കഴിഞ്ഞ് 2 ഡിജിറ്റ് ഉള്ളത് കൊണ്ട് 10 സ്ക്വയർ കൊണ്ട് മൾട്ടിപ്ലൈ ആണ്. അതാണ് ഇവിടെ 3 ഡിജിറ്റ് ഉണ്ടായതിനെ 10 ക്യൂബ് കൊണ്ടാണ് ത്രൂ ഔട്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. പ്രത്യേകം ശ്രദ്ധിക്കുക, 3 നമ്പേഴ്സിനെ 3 ഡിഫറെന്റ് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് എല്ലാത്തിനെയും ഒറ്റ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. സോ ഇവിടെ മൾട്ടിപ്ലൈഡ് ബൈ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ദിസ് ഈസ് ആക്ച്വലി 50, ദിസ് ഈസ് ആക്ച്വലി 135, ദിസ് ഈസ് ആക്ച്വലി 310. അപ്പൊ നമുക്കിപ്പം 3 നമ്പേഴ്സ് ആയി. ഇനി 3 നമ്പേഴ്സിന്റെയും കൂടെ LCM എടുക്കണം. അതാണ് അപ്പൊ രണ്ടാമത്തെ സ്റ്റെപ്പ് LCM ഓഫ് എന്താണ് ഇന്റിജേഴ്സ് കണ്ടുപിടിക്കുക. ഓക്കെ, കണ്ടുപിടിക്കുമ്പോൾ 50, 135, 310 ഡിവൈഡ് ചെയ്യുന്ന ലീസ്റ്റ് നമ്പർ 5 എന്ന് എടുക്കുക 50യുടെ കേസിൽ. സോ 10, സോ 27, I think 316, 62. ഇനി ഡിവൈഡ് ചെയ്യുമ്പോൾ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ലീസ്റ്റ് നമ്പർ നിങ്ങൾക്ക് 5 എന്നും എടുക്കാം, I think 2 എന്നും എടുക്കാം. ബോത്ത് വിൽ വർക്ക്. ലീസ്റ്റ് നമ്പർ എന്ന് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് 2 എന്ന് പ്രൊസീഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. 5 27നെ ഡിവൈഡ് ചെയ്യത്തില്ല. നെക്സ്റ്റ് ഈസ് 31. വീണ്ടും 5 എടുക്കുക. 5 എടുക്കുമ്പോൾ 1, 27, 31, 1 ആയി. അടുത്തത് 27നെ ഡിവൈഡ് ചെയ്യുന്ന ലീസ്റ്റ് നമ്പർ ഇസ് 3, 1, 9, 31നെ ഡിവൈഡ് ചെയ്യത്തില്ല. നെക്സ്റ്റ് ഈസ് വീണ്ടും 3 എടുക്കുക. 1, 3, 31. വീണ്ടും 3 എടുക്കുമ്പോൾ 1, 1, 31. 31 ഒരു പ്രൈം നമ്പർ ആയതുകൊണ്ട് 31 വീണ്ടും എടുക്കുമ്പോൾ 1 നമുക്ക് കിട്ടുന്നത് 1, 1 എന്നാണ് കിട്ടുന്നത്. സോ LCM of 50, 135, 310 is actually 5 into 2 into 5 into 3 into 3 into 3 into 31. Okay, actually 41850. Okay, അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്ത ആ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഓക്കെ, ഡിവൈഡ് with the number with which
the number is being multiplied. Okay. So ഇവിടെ മൾട്ടിപ്ലൈ ചെയ്തേക്കുന്നത് 100 വെച്ചാണ്. സോ 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ LCM is actually 41850 divided by 100, which is actually 418.50. ഇതാണ് ഈ മൂന്ന് നമ്പേഴ്സിന്റെയും കൂടെ LCM. സോ ആദ്യം അതിനെ ന്യൂമറിക്കൽ ആയിട്ട് കൺവേർട്ട് ചെയ്യുക. അതിനുവേണ്ടി ഒരു കോമൺ ഡിജിറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അടുത്ത ആ 3 ഡിജിറ്റ്സിന്റെ LCM കണ്ടെത്തുക. എന്നിട്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. സോ ദിസ് ഈസ് ദ പ്രോസസ് ഓഫ് ഫൈൻഡിങ് LCM ഓഫ് ഡെസിമൽസ്. ഇതുപോലെ തന്നെ നമുക്ക് HCF ഓഫ് ഫ്രാക്ഷൻസ് കണ്ടെത്തിയതിന്റെ കൂട്ട് തന്നെ LCM ഓഫ് ഫ്രാക്ഷൻസും നമുക്ക് കണ്ടെത്താം. ദാറ്റ് ഈസ് ദ നെക്സ്റ്റ് സെക്ഷൻ, LCM ഓഫ് ഫ്രാക്ഷൻസ്. തൊട്ടു മുമ്പേ പറഞ്ഞത് കൂട്ട് തന്നെ നമുക്കൊരു റിലേഷൻ ഉണ്ട്. ഫ്രാക്ഷൻസിന്റെ LCM എന്ന് പറയുന്നത് ഓർത്തിരിക്കാൻ പറ്റുന്ന റിലേഷൻ ആണ് LCM ഓഫ് ന്യൂമറേറ്റർ divided by HCF of denominator. Okay, ഒരു എക്സാമ്പിൾ വെച്ച് നമുക്ക് ചെയ്യാം. LCM of 1/2 5/6. ഇതിന്റെ ന്യൂമറേറ്റേഴ്സ് എന്ന് പറയുന്നത് 1 ഉം 5 ഉമാണ്. അപ്പൊ അതിന്റെ LCM കണ്ടെത്തുക. LCM of 1,5 is 5ന്റെയും 1ന്റെയും മൾട്ടിപ്പിൾ ആണ് 5, which is equal to 5. LCM is 5. അടുത്തത് HCF of the denominator. ഡിനോമിനേറ്റേഴ്സ് എന്ന് പറയുന്നത് 2 ഉം 6 ഉമാണ്. 2ന്റെയും 6ന്റെയും ഡിനോമിനേറ്റേഴ്സ് HCF കണ്ടെത്തുക. 2 6നെ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. 2ന്റെയും 6ന്റെയും HCF എന്ന് പറയുന്നത് 2 ആണ്. നിങ്ങൾക്ക് അല്ലാതെയും കണ്ടെത്താം. സോ ദ ആൻസർ ബിക്കംസ് LCM ഓഫ് 1,5 divided by HCF of 2,6, which is 5/2. So ഈ രണ്ട് നമ്പറിന്റെയും LCM എന്ന് പറയുന്നത് 5/2. ഈ റിലേഷൻ വെച്ചിട്ടാണ് LCM of the numerator divided by HCF of the denominator. ഓക്കെ, നമ്മൾ തൊട്ടു മുമ്പത്തെ HCF കണ്ടുപിടിക്കാൻ യൂസ് ചെയ്തത് ന്യൂമറേറ്ററിൽ HCF ഓഫ് ദ ന്യൂമറേറ്റർ, ഡിനോമിനേറ്ററിൽ LCM ഓഫ് ദ ഡിനോമിനേറ്റർ. അതേ റിലേഷൻ തന്നെ LCM ആകുമ്പോൾ ഇന്റർചേഞ്ച് ചെയ്തേ ഉള്ളൂ, വേറെ വ്യത്യാസമൊന്നും. സോ വൺ മോർ എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. LCM ഓഫ് 4 1/2 and 10 1/2. ഇതിന്റെ LCM കണ്ടതാണ്. ആദ്യം ഇതിനെ നമുക്ക് ഫ്രാക്ഷൻസിലോട്ട് മാറ്റണം. 4 1/2 is actually 4 plus 1/2, which is 4 into 2 plus 1 into 1 divided by 2 into 1, which is 9/2. Next is 10 1/2, which is 10 plus 1/2, which is equal to 10 into 2 plus 1 into 1 divided by 2, which is actually 21 divided by 2. So LCM കണ്ടുപിടിക്കേണ്ടത് LCM of 9/2, 21/2 ആണ്. ഇതിന്റെ ന്യൂമറേറ്റേഴ്സ് എന്ന് പറയുന്നത് 9 ഉം 21 ഉം ആണ്. സോ നമുക്ക് കണ്ടെത്തേണ്ടത് LCM of 9, 21. ഓക്കെ, 9ന്റെയും 21ന്റെയും LCM കണ്ടെത്താൻ വേണ്ടി 3 ലീസ്റ്റ് ഡിവൈസർ 3, 7. വീണ്ടും 3 കൊണ്ട് ചെയ്യുമ്പോൾ 1, 7. വീണ്ടും 7 കൊണ്ട് ചെയ്യുമ്പോൾ 1, 1. So the answer is 3 into 3 into 7, which is actually 63. Okay, so next is HCF of the denominator. HCF of 2, 2, which is actually 2 itself. Okay, so the answer is, our required answer is, our LCM of 9/2, 21/2 is actually 63/2. Okay, LCM of the numerator divided by HCF of the denominator, 63/2. Okay, thank you.